ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും തിരുവനന്തപുരത്തെ വിശേഷങ്ങളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഒരു മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പിള്ളേരെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഞങ്ങളും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചായയോട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ചായക്ക് ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ 2 ദിവസത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പോയതും വന്നതും നിന്നതും അപ്പോൾ കുറേ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് പോകുമ്പോഴേക്കും അത് ഒരുപാടാവും കേട്ടോ. പിന്നെ നമ്മളിവിടെ കുറച്ച് ദിവസം കൂടി നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കിനിയും ഇടാൻ ഡ്രസ്സുകളൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കഴുകിടാമെന്ന് വിചാരിച്ചു. വാഷിംഗ് മെഷീനിലായ കാരണം പിന്നെ വളരെ എളുപ്പമായി. കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ നമ്മൾ വരുന്നതിനെ കുറച്ച് മുൻപ് തൊട്ടിട്ട് തന്നെ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ വന്നന്നും ഗംഭീര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോൾ കുറച്ച് വെയിലൊക്കെ കണ്ടോ. അപ്പോൾ ഇന്ന് മഴ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് വെറുതെ ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഒന്ന് വെയിലത്ത് വിരിച്ചിട്ടിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ തുണികളൊക്കെ നല്ലപോലെ ഉണങ്ങി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് വിളിച്ചതെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ആ ഒരു നിമിഷം തൊട്ടിട്ട് രാത്രി വരെ ഗംഭീര മഴയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. വരുമ്പോഴേക്കും ഇതൊക്കെ നനഞ്ഞ് കുതിർന്നിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വീണ്ടും ഞങ്ങൾ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയതിന് ശേഷം പിന്നെ അധികം പുറത്തേക്ക് ഞങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഉള്ളിലൊക്കെ ഇട്ടിട്ടാണ് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഹൈപ്പും കൂടി ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം എടുക്കാൻ മറന്നിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേണമെന്ന് തോന്നുന്ന ഒരു യാത്ര പുറപ്പെടുമ്പോൾ കരുതേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് നമ്മൾ കരുതിയിട്ടാണ് പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് കുറച്ച് ബീച്ചുകൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നമുക്ക് നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിന്ന് വർക്കലയിലേക്കാണ് പോണത്. വർക്കല ബീച്ച് കാണാനാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, നല്ല ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ ചില സ്ഥലത്ത് നിൽക്കുമ്പോഴായിരിക്കും തൊട്ടടുത്താണ് ഈ ഒരു സംഭവം ഉള്ളത്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം എന്നിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോണത്. അപ്പോൾ വർക്കലയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവിടെ നല്ല മനോഹരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ പോണ വഴിയിൽ കടലും കായലും ഒന്നായിട്ടുള്ള, അതായത് ഇപ്പുറത്തെ സൈഡിലെ കടലും അപ്പുറത്തെ സൈഡിലെ കായലും ഒക്കെ ആയിട്ടുള്ള ആ ഒരു വഴി കൂടെ ഉണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പോന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പോണത് ബീച്ചിലേക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയില്ല. അപ്പോൾ പോണ വഴിയിൽ ഇത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സ്ഥലം കണ്ടത് കേട്ടോ. ഇത് ഒരു കോട്ട പോലെ, നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോണ സമയത്ത് ഇങ്ങനെ കോട്ട പോലെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവം കാണാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്നിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറയണത് ഇത് 5 തെങ്ങ് കോട്ടയാണ് എന്നുള്ളത്. അപ്പോൾ ആൾക്കാരൊക്കെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ കയറി. അപ്പോൾ നമ്മൾ കയറുമ്പോഴും വരുമ്പോഴും ഒന്നും ഇതിനെപ്പറ്റി യാതൊരു അറിവും നമുക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാത്ത കാരണം നമ്മൾ പിന്നെ എന്താ പറയുക, നമുക്കങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും മഴ കുറേശ്ശെ ഇങ്ങനെ തൂളണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് പിന്നെ നേരെ പോയത് ഫുഡ് അടിക്കാനാണ് കേട്ടോ. അപ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് വിശന്നു. അപ്പോൾ തലേ ദിവസം തന്നെ കുറേ വിശന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പിള്ളേരൊക്കെ വയ്യാണ്ടായിട്ടാണ്. അപ്പോൾ അതായത് നമ്മൾ ഫുഡ് അടിക്കണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരുന്നാൽ നമുക്ക് നല്ലൊരു ഹോട്ടൽ കിട്ടില്ല. പിന്നെ നമ്മൾ കയറണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ഹോട്ടലിലാണെങ്കിൽ വെജിറ്റേറിയൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് രണ്ടും കൂടിയിട്ടുള്ള സ്ഥലം കിട്ടണം. അങ്ങനെ നമ്മൾ ഇന്നലെ കുറേ കറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഒരു അവസ്ഥ വരരുതെന്ന് ചോദിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഫുഡ് അടിക്കാനായിട്ട് കയറിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ ഈ ഒരു ചിമ്മിനി റെസ്റ്റോറൻ്റാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ യൂട്യൂബിലൊക്കെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി നമ്മൾ പതിവ് പോലെ ഞാനും പിള്ളേരും ചിക്കൻ ബിരിയാണി തന്നെയാണ് കഴിച്ചത്. അപ്പോൾ 2 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചേട്ടനും നാത്തൂനൊക്കെ ഗീ റൈസും ഒക്കെയാണ് കേട്ടോ. പിന്നെ ശ്രീകുട്ടി അവിടെ നല്ല മീൻകറി കൂട്ടിയിട്ടുള്ള ഊണാണ് കേട്ടോ. അവന് പായസവും എന്താ പറയുക കറികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അവൾ ഊണ് കഴിക്കുന്നത്. പിന്നെ ശ്രീകുട്ടന് ചിക്കൻ 65ഉം പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് പോരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലം ഒഴിയുമ്പോഴാണ് കേട്ടോ നമ്മളതിനെ വിളിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് വർക്കല ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് വണ്ടികളൊക്കെ കിടക്കുന്നത് കണ്ടു. പക്ഷേ അത്രയും തന്നെ ആൾക്കാരെയൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ നല്ല ചുട്ട വെയിലത്താണ് നമ്മൾ ആ ഒരു
ബീച്ചിലേക്ക് എത്തിയത്. നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് വന്ന കാരണം തോന്നുന്നു. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. എനിക്കൊരു സത്യം പറഞ്ഞ ഒരു മൂടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല വെയിലും കാര്യവും കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ദൂരം നടക്കും വേണേ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ കടലിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നടന്ന് താഴോട്ട് പോകണം കേട്ടോ. ഒരു ഇറക്കവും കയറ്റും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. ഈ ഒരു വെയിലും കൊണ്ടിട്ടാണ് നമ്മൾ നടന്ന് പോണത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം കാണാനായിട്ട് ഒരു ചെറിയൊരു മിനി ഗോവ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. നമ്മൾ ഗോവ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സെറ്റപ്പ്. ഇപ്പം നല്ല ചുട്ട വെയിലാണ്. അപ്പോൾ രാത്രിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ സായിപ്പും മദാമ്മമാരൊക്കെ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. അപ്പം നമ്മൾ കൂടുതലും നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ് എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ കാണാനും കൂടിയിട്ടാണ് വന്നത്. പക്ഷേ അത് ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ട് നീങ്ങിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാർ, അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ കടപ്പുറത്ത് പോയിട്ട് കുറേ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. അത്രയും ചൂടായിരുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കതച്ച് വയ്യാണ്ടായിട്ട് ഞാനും ശ്രീകുട്ടി കയറ്റാണ് കേട്ടോ. നല്ലൊരു കയറ്റാണ്, കയറാൻ പറ്റാണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അവിടെ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇനി ചേട്ടൻ പറഞ്ഞു നമുക്കിന്ന് കോവളത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കോവളത്തേക്ക് പോണ സമയത്ത് നമ്മൾ ഏകദേശം ഒരു 4 മണി 5 മണിക്ക് ആവും അവിടെ എത്താമെന്നുള്ളൊരു കണക്ക് കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സൂര്യാസ്തമയം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. കറക്റ്റ് നമ്മളൊരു 5 മണിയോട് കൂടിയിട്ട് കോവളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോവളത്ത് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. തരാം ശ്രീകുട്ട വരും പോരും വരുന്നേട്ടാ. ഇതൊന്നാന്നൊരു തരാണ് തരണേ. ശ്രീകുട്ട എങ്ങോട്ട് വാ. കടൽ കണ്ടാൽ പിന്നെ നമുക്ക് കടലിലേക്കൊന്നും ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ തിരിച്ച് പോകണ്ടേ, ഇത്രയും ദൂരം ഇത് നനഞ്ഞിട്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് മടി കാണിക്കുക. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ നോക്കുന്നതിന് ശേഷം പിന്നെ നമ്മൾ കടലിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്, അതുപോലെ തന്നെ നാട്ടിലും കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം കടലിലേക്ക് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്ന് കാല് നനയ്ക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലും വിമാനവും എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. എൻ്റെ നാളും ചോദ്യ നാളാണ്, കടലമ്മയുടെ നാളാണെന്ന് പറയുക. ചോദ്യ ആൾക്കാർ കടലിലേക്ക് പോകരുതെന്നൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അമ്മ കടൽ കാണാൻ പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞ് പറ്റിച്ചതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചോദ്യം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കടൽ പ്രകോപിതനാവും എന്നൊക്കെയാണ് പറയണത്. അതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കടൽ വല്ലാണ്ട് അങ്ങോട്ട് ഇതായിട്ടാണ്. അപ്പോൾ എല്ലാവരെയും കയറ്റി വിളിച്ചിട്ട് അവർ അവിടുത്തെ ലൈഫ് ഗാർഡ് ഉണ്ടല്ലോ, അതെല്ലാവരെയും വിളിച്ചിട്ട് കടലിൽ നിന്ന് വിളിച്ചിട്ട് കയറ്റുന്നുണ്ട്. പിന്നെ ഇരുട്ടും ആവാൻ തുടങ്ങി. ഇരുട്ടായപ്പോൾ തന്നെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലത്തെയും വെളിച്ചവും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. പക്ഷേ നമുക്ക് സൂര്യാസ്തമയം കാണാനായിട്ട് പറ്റില്ല. ആ ഒരു സമയമായപ്പോഴേക്കും നല്ല മഴക്കാറും ഒക്കെ വന്ന് ആ ഒരു ഇത് മറിഞ്ഞു പോയി. പിന്നെ അവിടെ കുറേ പാറക്കൂട്ടങ്ങളാണ്, അതിൻ്റെ ഇടയിലാണ് പോയത്. അതുകൊണ്ട് നമുക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ വിളിച്ച് നമ്മളതിനെ കടലിൽ നിന്നൊക്കെ വിളിച്ച് കയറ്റിയപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് നടന്ന് പോയപ്പോഴാണ് ഈ ഒരു അടിപൊളി സ്ഥലം കണ്ടത് കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. കുറച്ച് നേരം മുന്നേ വരികയാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒന്ന് കാണാമായിരുന്നു. അവിടെ കാണുകയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നേരം വൈകിയത് കൊണ്ട് തന്നെ അവിടെ നിന്നും എല്ലാവരെയും വിളിച്ച് താഴെ ഇറക്കണം കേട്ടോ. അപ്പം ഞങ്ങളൊരു സെക്കൻഡ് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്തു കേട്ടോ. ഫോട്ടോ ഒന്നും രസമായിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കടപ്പുറത്തുനിന്ന് തന്നെ ലച്ചുവിന് ഐസ്ക്രീം വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ വീടൊക്കെ എത്താറായപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഇനി നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ.